السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم عباد الله أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال افترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലെ അവസാന ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നാം ആർജിച്ചെടുത്തിട്ടുള്ള തഖ്വയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള ദൃഢനിശ്ചയവുമൊക്കെ കൂടുതൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു മരിച്ചു പോകുവാനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളായിക്കൊണ്ട് ജീവിക്കുവാനും ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. ഇന്നത്തെ വിഷയം ഹിജ്റ, ഒരു വിശകലനം എന്നുള്ളതാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം കാലഗണനക്ക് സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു മാനദണ്ഡമാണ് ഹിജ്റ. നമ്മുടെ വർഷം ആരംഭിക്കുന്നത് പ്രവാചകന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട സംഭവം മുതൽ ഇങ്ങോട്ടാണ്. ഉമറിന്റെ നേതൃത്വത്തിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളുടെ കലണ്ടർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാനദണ്ഡമായി ഈ കലണ്ടർ സ്വീകരിക്കുന്നതിന്. ഹിജ്റ മാത്രമല്ല, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി മാനദണ്ഡമാക്കുവാൻ തീരുമാനിച്ചത് ഹിജ്റയെയാണ്. ഹിജ്റ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ വർഷാരംഭം ആരംഭിക്കുന്നത്. ഇത് 1432 ഹിജ്റ വർഷമാണ്. നമുക്കേവർക്കും അറിയാം. എന്താണ് ഹിജ്റ കൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ളത് എന്നാണ് നാം ആലോചിക്കേണ്ടത്. കേവലം ശത്രു സൈന്യത്തിന്റെ അക്രമങ്ങളും
അതുപോലുള്ള പീഡനങ്ങളും നിമിത്തം നാടുവിട്ട് ഓടിപ്പോയ ഒരു സംഭവമല്ല ഹിജ്റ എന്നത്. പലപ്പോഴും മുസ്ലിങ്ങൾ അധികവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ശത്രു സൈന്യത്തിന്റെ മർദ്ദനങ്ങൾക്ക് മുമ്പിൽ അവശരായി, നിരാശരായി, നിരാലംബരായിക്കൊണ്ട് നാടുവിട്ട് പലായനം ചെയ്ത് ഓടി മറഞ്ഞു കളഞ്ഞു എന്ന തരത്തിലുള്ള പല പ്രതിവാദങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വർഷക്കാലത്തിലധികം ആലോചിച്ച് ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ഹിജ്റ എന്നത്. എന്തിനു വേണ്ടി എന്നാൽ ഈ അള്ളാഹുവിന്റെ മതത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടത്തിയത്. താൻ വിശ്വസിക്കുന്ന ആദർശം ഈ ഭൂമുഖത്ത് സംരക്ഷിക്കപ്പെടണമെന്നും അതുപോരാ അതിനപ്പുറം ഈ ലോകത്ത് മുഴുവൻ അത് പ്രചരിക്കണം എന്നും ഉള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മുശ്രിക്കീങ്ങളുടെ കൊടിയ മർദ്ദനത്തിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു ഹിജ്റയുടെ കാലഘട്ടം പ്രവാചകനും സഹാബികളും നിലനിന്നിരുന്നത്. ആ പ്രബോധന രംഗത്ത് താങ്ങും തണലുമായിക്കൊണ്ട് പ്രവാചകന് 2 പേരുണ്ടായിരുന്നു. ഒന്ന് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ. നമുക്കറിയാം, വഹീന്റെ സന്ദർഭഘട്ടങ്ങളിൽ പോലും പ്രവാചകൻ പേടിച്ച് വിറക്കുന്ന അവസരത്തിൽ ക്ഷമയോടെ, തന്മയത്വത്തോടുകൂടെ തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ബുദ്ധിമതിയായ, ചിന്താശേഷിയുള്ള തന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ വിശ്വാസിയായില്ലെങ്കിലും തന്റെ അനുജന്റെ മകനെ ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച പ്രവാചകന്റെ മൂത്താപ്പ അബൂ ത്വാലിബ്, ഈ 2 പേരും പ്രവാചകനെ വിട്ടുപിരിഞ്ഞ സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഏതാണ്ട് പ്രവാചകന് 50 വയസ്സ് പ്രായം വരും. ഈ 50ാമത്തെ വയസ്സിൽ ഈ 2 പേരും പ്രവാചകനെ വിട്ടുപിരിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർഷത്തെ നോക്കിക്കണ്ടത് ദുഃഖവർഷമായിട്ടാണ്. തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള തന്റെ പ്രിയപത്നിയും തന്റെ മൂത്താപ്പയും വിട്ടുപോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ബേജാറുണ്ടായി, വേദനയുണ്ടായി. ഇനി എന്താണ് പോംവഴി? തന്റെ പ്രബോധന പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് പ്രവാചകൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഈ മതം ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്തേണ്ടതുണ്ട്. അതാ അള്ളാഹുവിന്റെ വിശാലമായ സാധ്യതകളാണ് പിന്നീട് പ്രവാചകന്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഭൗതികമായ വിലക്കുകളും തടസ്സങ്ങളും എത്ര തന്നെ കടുത്തതായാലും ഇതിൽ നിന്ന് പിന്മാറുക എന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അങ്ങനെ പിന്മാറുവാൻ അദ്ദേഹത്തിന് പാടുള്ളതല്ല. സത്യമതം ഈ ലോകത്ത് പ്രചരിപ്പിക്കണമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതിന്റെ സാക്ഷാത്കാരത്തിനുള്ള പോംവഴി അള്ളാഹു തന്നെ പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്.
പ്രവാചകന്റെ 51-ാമത്തെ വയസ്സ്. ഈ 51-ാമത്തെ വയസ്സിൽ പ്രവാചകത്വത്തിന്റെ 11-ാമത്തെ വർഷം, നുബുവത്ത് കിട്ടിയതിനു ശേഷം 11 വർഷം പിന്നിടുമ്പോൾ സാധാരണഗതിയിൽ പതിവായി ഹജ്ജ് കാലത്ത് മദീനയിലേക്ക്, മക്കയിലേക്ക് ലോകത്തിന്റെ അന്നത്തെ അറേബ്യയുടെ പല നാടുകളിൽ നിന്നും ഹജ്ജിനായി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഈ എത്തുന്നവരാരും വിശ്വാസികളല്ല, മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിലും അള്ളാഹുവോടൊപ്പം മറ്റു പല ശക്തികളെയും വ്യക്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. മദീനയിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഹജ്ജിനായി മക്കയിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഒരു സംഘം മദീനയിലേക്ക് ഹജ്ജിനായി വന്ന സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ മതത്തിന്റെ ഉത്ബോധന ദൗത്യം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം ഹജ്ജിനായി വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഹജ്ജിനായി വരുന്ന ഓരോ പ്രദേശത്തുകാർക്കും പ്രവാചകൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. കൂട്ടത്തിൽ അഖബക്ക് സമീപം ഔസ് ഗോത്രക്കാരനായ സുവൈദ് ബിൻ സാമിത്ത് എന്ന് പറയുന്ന ശക്തനും പ്രബലനുമായ ഒരു മദീനക്കാരൻ, യഥ്രിബ് പ്രദേശക്കാരൻ, അദ്ദേഹത്തോടൊപ്പം 5-6 ആളുകളും അവിടെ ഹജ്ജിനായി വന്നിരുന്നു. അദ്ദേഹം ശക്തനും പ്രബലനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പേരുണ്ടായിരുന്നു, കാമിൽ, തികഞ്ഞവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഇങ്ങനെ തികഞ്ഞവനായ, ശക്തനായ, പ്രബലനായ ഈ മനുഷ്യന്റെ നേതൃത്വത്തിൽ 5-6 ആളുകൾ മദീനയിൽ നിന്ന് ഹജ്ജിനായി എത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രഹസ്യമായി ഈ ആളുകളെ കാണുകയും പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് ഇസ്ലാമിനെ അവർ കേട്ടു മനസ്സിലാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരാ ക്ഷണം സ്വീകരിച്ചു. മദീനയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ മദീനയിൽ ഇസ്ലാമിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഈ സുവൈദ് ബിൻ സാമിത്ത് എന്ന ആ മനുഷ്യനെ മദീനയിലുള്ള ഖസ്റജ് ഗോത്രക്കാർ വധിച്ചു കളഞ്ഞു. മദീനയിൽ ആ കാലഘട്ടത്തിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള ശക്തമായ ആഭ്യന്തര കലഹങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രബലരായ 2 ഗോത്രക്കാരാണ് ഔസും ഖസ്റജും. ഈ മനുഷ്യൻ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഖസ്റജുകാർ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലൊന്നുമല്ല, പക്ഷേ അവിടുത്തെ ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന 5 പേരും അവരുടെ പ്രവർത്തന ഫലമായി മദീനയിൽ ഇസ്ലാം അല്പസ്വല്പമൊക്കെ പ്രചരിച്ചു തുടങ്ങുകയാണ്. അടുത്ത വർഷവും മദീനയിൽ നിന്ന് 12ഓളം ആളുകൾ ഹജ്ജിനായി മക്കയിലേക്ക് വന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മദീനയിൽ നിന്ന് വരുന്ന ആളുകളെ കാത്തിരിക്കുകയായിരുന്നു. കാരണം തന്റെ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഹിജ്റ എന്നത് കേവലം ഒരു സുപ്രഭാതത്തിൽ പ്രവാചകൻ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയായിരുന്നില്ല. ഈ മതത്തിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അതിന് പാകപ്പെട്ടിട്ടുള്ള ഒരു മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അങ്ങനെ ഈ വന്ന 12 പേരെ
വളരെ രഹസ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബയിൽ വെച്ച് സന്ധിക്കുകയും അവരുമായി അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നേരത്തെ വന്ന 5 പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളായിരുന്നു, ബാക്കിയുള്ളവർ അമുസ്ലിങ്ങളായിരുന്നു. എന്നാൽ പ്രവാചകന്റെ നാവിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും അവർ ആ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉടമ്പടി പ്രകാരം അവർ അള്ളാഹുവിന്റെ റസൂലിനോട് കരാർ ചെയ്തു, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ലെന്നും മോഷണമോ വ്യഭിചാരമോ ശിശുഹത്യയോ നടത്തുകയില്ലെന്നും ഞങ്ങളുടെ കൈകാലുകൾക്കിടയിൽ വ്യാജവാദം കെട്ടിച്ചമക്കുകയില്ലെന്നും സൽക്കാര്യങ്ങളിൽ അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും ഉടമ്പടി ചെയ്തു നബി. ഇങ്ങനെയുള്ള ഈ ഉടമ്പടിയെ കുറിച്ച് പിന്നീട് സൂറത്ത് മുംതഹിനയിലെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ. ഈ ഉടമ്പടിക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചില സംഗതികൾ ബോധ്യപ്പെടുത്തി. ഉടമ്പടി പാലിക്കുന്നവർക്ക് പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. ഉടമ്പടി പാലിക്കുന്നവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. എന്നാൽ അത് ലംഘിക്കുന്നവരെ അള്ളാഹു ഇഹലോകത്ത് ശിക്ഷിച്ചാൽ അതവന് പ്രായശ്ചിത്തമായിരിക്കും. അള്ളാഹു മറച്ചുപിടിച്ചാൽ, അഥവാ അള്ളാഹു ഈ ലോകത്ത് ഈ ഉടമ്പടി ലംഘിക്കുന്ന ആളുകളെ ശിക്ഷിക്കാതിരുന്നാൽ അവന്റെ കാര്യം അള്ളാഹുവിലാണ്. അള്ളാഹു അവനെ ശിക്ഷിക്കുകയോ മാപ്പ് നൽകുകയോ ചെയ്തേക്കാം. അത് അള്ളാഹുവിലാണ് അതിന്റെ കാര്യം. എനിക്കതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരെല്ലാവരും തന്നെ ആത്മാർത്ഥമായി ഈ ഉടമ്പടി അംഗീകരിക്കാൻ തയ്യാറായി. ഉടമ്പടി പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദീൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രബോധനത്തിനായി അവരുടെ കൂടെ ഒരാളെ വിട്ടുകൊടുക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സന്നദ്ധനായി. ബഹുമാന്യനായ മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യം ഏൽപ്പിച്ചത്. നമുക്കറിയാം ആരായിരുന്നു മിസ്ഹബ്. മക്കയിലെ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്ന, സമ്പന്നങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മിസ്ഹബ് ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം തന്റെ സമ്പത്ത് മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അവസാനം ബദറിൽ വെച്ച് കൊല്ലപ്പെടുന്ന അവസരത്തിൽ തന്റെ കഫം തന്റെ മയ്യത്ത് മറവ് ചെയ്യുവാനുള്ള കഫം പുടവ പോലും കയ്യിലില്ലാതെ ദരിദ്രനായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മിസ്ഹബ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മാതാവ് ഈ മതത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ശപഥം ചെയ്തു. മകനെ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരുവന്റെ കെണിയിൽ നീ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറണം. നീ പിന്മാറാത്ത പക്ഷം പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അതുകൊണ്ട് നീ ഈ മതത്തിൽ നിന്നും പിന്മാറണമെന്ന് കൽപ്പിച്ചപ്പോൾ, ശപഥം ചെയ്തപ്പോൾ മിസ്ഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഉമ്മ, ഞാൻ ഈ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ 1000 വട്ടം മരിക്കുകയാണെങ്കിലും ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ പ്രഖ്യാപിച്ച സഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ വീടാന്തരം കയറിയിറങ്ങി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അദ്ദേഹത്തിന് മുക്രി എന്ന ഒരു പേരും കൂടെ പ്രവാചകൻ നൽകിയിരുന്നു. മുക്രി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആൾ എന്നാണ് അതിനർത്ഥം. നമ്മൾ ഇന്ന് പള്ളിയിൽ കാണുന്ന മുക്രി എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ ഉറവിടവും അങ്ങനെ തന്നെയാണ്, മുക്രിയാണ്. പക്ഷേ
ഇന്നത്തെ മുക്രിമാരും അന്നത്തെ മുക്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദൗത്യമേൽപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മക്കയിൽ നിന്ന് 400 ചില്ലാനം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന, മക്കയുടെ കാലാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് മദീന. തന്റെ നാടും വീടും കുടുംബവും ഒക്കെ വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അദ്ദേഹം യാത്രയാവുകയാണ്. അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് മദീനയിലുള്ള ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ഈ മതത്തിനെ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാരണം മദീനയിലുള്ള ഓരോ വീടുകളും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിക്കഴിഞ്ഞു. മദീന പ്രദേശം ഇസ്ലാമിന് പാകപ്പെട്ടു തുടങ്ങി. അങ്ങനെ അടുത്ത വർഷം മദീനയിൽ നിന്ന് കൂടുതൽ ആളുകൾ മക്കയിലേക്ക് ഹജ്ജിനായി പുറപ്പെട്ടു. ആ പുറപ്പെട്ടത് 75ഓളം ആളുകളെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവിടെ എത്തിയ ഈ ആളുകളെ കഴിഞ്ഞ വർഷമുള്ള അതേ രീതിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രഹസ്യമായി, ശത്രുക്കൾ ഒരു വിധത്തിലും അറിയാൻ സാഹചര്യമൊരുക്കാതെ ഈ സംഘവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബയിൽ വെച്ച് സന്ധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സന്ധിയാണ് ഒന്നാം അഖബ ഉടമ്പടി എന്ന് ചരിത്രത്തിൽ നാം വായിച്ചെടുക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത വർഷം നടക്കുന്ന ഈ ഏറ്റവും വലിയ ഉടമ്പടി, ഏറ്റവും വലിയ സന്ധി, അത് രണ്ടാം അഖബ ഉടമ്പടി എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അയ്യാമു തശ്രീഖിന്റെ 2ാം ദിനം, ഹജ്ജിലെ അയ്യാമു തശ്രീഖിന്റെ 2ാം ദിനത്തിലാണ് എന്ന് പറഞ്ഞ ദുൽഹജ്ജ് 12ാം തീയതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ വളരെ രഹസ്യമായി എല്ലാവരും ഉറക്കത്തിലായിരിക്കെ ഈ സംഘവുമായി അഖബയിൽ വെച്ച് സന്ധിക്കുന്നത്. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അബ്ബാസ് ആ സമയത്ത് വിശ്വാസിയായിട്ടില്ല. പക്ഷേ നേരത്തെ അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് ചെയ്തതുപോലെ തന്റെ സഹോദരന പുത്രനെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത അബ്ബാസ് ഏറ്റെടുത്തിരുന്നു. അവിടെ എത്തി അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് അവരോട് ചില സംഗതികൾ ഉണർത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ മുഹമ്മദ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനും എന്റെ ജനങ്ങളും ഇദ്ദേഹത്തിനെതിരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, എന്റെ ജനങ്ങൾ ഈ മനുഷ്യനെതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൊറുതുമുട്ടി കഴിയുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യത ഏൽപ്പിക്കുവാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഉടമ്പടിക്ക് തയ്യാറാകേണ്ടതുള്ളൂ. ഇദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകാം. പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ദൗത്യത്തിന് മുതിരാവൂ എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അബ്ബാസ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഘവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. 2ാം അഖബ ഉടമ്പടിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ചത്, ഒന്നാമതായി പറഞ്ഞു, ഏത് സാഹചര്യത്തിലും പൂർണ്ണമായ അനുസരണമുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തെ അനുസരിക്കണം. രണ്ടാമതായി പറഞ്ഞു, കഷ്ടപ്പാടിലും സൗകര്യങ്ങളിലും
ഒരുപോലെ ചെലവ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, രണ്ടു കൂട്ടരും ഒരുപോലെ ചെയ്യണം, ഒരുപോലെ വ്യയം ചെയ്യണം. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതും നിങ്ങളുടെ ബാധ്യതയാണ്. നാലാമതായി അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ ആരുടെയും ആക്ഷേപം പരിഗണിക്കാതിരിക്കുക. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെതിരിൽ ആക്ഷേപശരങ്ങൾ ഉണ്ടാവാം. ആ ആക്ഷേപശരങ്ങളിൽ നിങ്ങൾ തളരാതിരിക്കുക. ആരുടെ ആക്ഷേപവും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ശക്തമായി മുന്നോട്ട് പോവുക. അഞ്ചാമതായി പറഞ്ഞു, എന്നെ നിങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിനെ സംരക്ഷിക്കുന്നത് പോലെ എന്നെ നിങ്ങൾ സംരക്ഷിക്കുക. അങ്ങനെ അവർ ഉടമ്പടി അംഗീകരിച്ചു. ഈ ഉടമ്പടിയുമായി തിരിച്ചുപോയി ഈ പറഞ്ഞ ആളുകൾ മദീനയിലെ ജനങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് ശക്തമായി ബോധവൽക്കരണം നടത്തി. മദീനയുടെ മണ്ണ് ഇസ്ലാമിന് പാകപ്പെട്ടു തുടങ്ങി. അങ്ങനെ പാകമായി തുടങ്ങിയെന്ന് പ്രവാചകനും ബോധ്യമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് എല്ലാവിധ ആസൂത്രണങ്ങളും ഒരുക്കി തുടങ്ങി. നേരത്തെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനതയെ വിട്ട് മദീനയിലേക്ക് പോവുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് വിശ്വാസികൾക്ക് മക്ക ജീവിതം അങ്ങേയറ്റം ദുഷ്കരമായി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. നിങ്ങൾ ഓരോരുത്തരായി ചെറിയ ചെറിയ സംഘങ്ങളായും ഒറ്റയ്ക്കായും മദീനയിലേക്ക് പോവുക, രഹസ്യമായി പോയിക്കൊള്ളുക. പ്രവാചകന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ആളുകളെയൊക്കെ തന്നെയും മദീനയിലേക്ക് അയച്ചുകൊണ്ട് മദീനയിൽ ഇസ്ലാമിൻ്റെതായ ഒരു ഭരണം, ഒരു വ്യവസ്ഥ രൂപീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇസ്ലാമിനെ ലോകത്തിന് പ്രബോധനം ചെയ്യുക എന്ന മുൻകൂട്ടിയുള്ള ഉൾക്കാഴ്ചയുള്ള ആസൂത്രണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. അങ്ങനെ സംഘങ്ങളായും ഒറ്റക്കായും ആളുകൾ മദീനയിലേക്ക് യാത്ര ചെയ്തു തുടങ്ങി. ആദ്യമായി അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു ആണ് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. തുടർന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തുടങ്ങിയ പ്രമുഖരുൾപ്പെടെ ആദ്യം ഈ ഹിജ്റയ്ക്ക് ഒരുങ്ങി തുടങ്ങി. തന്റെ നാടിനെയും തങ്ങളുടെ വീടിനെയും തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ ബന്ധുക്കളെയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് പരലോകം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കാത്തുരക്ഷിക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഈ ആളുകളൊക്കെ തന്നെയും മദീനയിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങിയത്. ആ ഹിജ്റയുടെ രംഗങ്ങളെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ ഒരുപാട് ചരിത്രപരമായ ത്യാഗത്തിന്റെ മുഹൂർത്തങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹ. തന്റെ ഭാര്യയെയും മകനെയും കൂട്ടി അബൂ സലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങി. ഈ വിവരം അദ്ദേഹത്തിന്റെ കുടുംബക്കാരറിഞ്ഞു. ഭാര്യയുടെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബക്കാർ ഭാര്യയെ അദ്ദേഹത്തിനോട് കൂടെ പോകുന്നതിൽ നിന്നും തടഞ്ഞുവെച്ചു. അങ്ങനെ കുട്ടിയെയും കൂട്ടി പോകാനൊരുങ്ങവേ ഒറ്റയ്ക്ക് പോകുന്ന അബൂ സലമയുടെ കൂടെ സലമയെ വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം തയ്യാറില്ല. അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബം ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുവാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ കുഞ്ഞിന് വേണ്ടി ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുകയാണ്. വല്ലാത്തൊരു രംഗം.
ഇദ്ദേഹം മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇപ്പുറത്ത് സ്വന്തം മകനെ 2 കുടുംബങ്ങൾ തമ്മിൽ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ആ പിടിവലിയിൽ ആ കുഞ്ഞിന്റെ കൈ അറ്റുപോയി എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ. അവസാനം തന്റെ കുഞ്ഞിനെയും തന്റെ പ്രിയപ്പെട്ട പത്നിയെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഏകനായി യാത്ര പോവുകയാണ്. അദ്ദേഹം മദീനയിലേക്ക് യാത്രയായതിനു ശേഷം ഏതാണ്ട് 1 വർഷക്കാലം ഉമ്മു സലമയുടെ ഉമ്മ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ കഴിയുകയാണ്. അവസാനം ആ മഹദിയുടെ ഒരു കുടുംബക്കാരന്റെ ശുപാർശയനുസരിച്ച് അവർക്ക് മദീനയിലേക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കുകയും അങ്ങനെ ഏകാഗിയായിക്കൊണ്ട് തന്റെ ഭർത്താവിനെ തേടി ആ മഹദി മദീനയിലേക്ക് യാത്ര ചെയ്യുകയും ആ ഭർത്താവിനോടൊപ്പം എത്തുചേരുകയും ചെയ്തു എന്നാണ് ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ റോമയിൽ നിന്നും വന്ന മക്കയിൽ കുടിയേറി പാർത്ത് അവിടെ ജീവിതം നയിച്ച റോമാക്കാരനായ സുഹൈബ്, അദ്ദേഹം അവിടെ വന്നതിന് ശേഷം കച്ചവടം നടത്തി നല്ല ധനികനായി നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഹിജ്റ പോകുവാൻ വേണ്ടി തയ്യാറായപ്പോൾ മുശ്രിക്കീങ്ങൾ ഇത് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ആ ദൗത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നീ റോമിൽ നിന്ന് വന്ന് റോമാക്കാരനായ നീ ഇവിടെ വന്ന് നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് കച്ചവടം നടത്തിക്കൊണ്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നീ പലായനം ചെയ്യുവാനാണോ തയ്യാറാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ധനമാണ് നിങ്ങൾ എന്നെ യാത്ര ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതെങ്കിൽ ഈ ധനമൊക്കെയും ഞാൻ ഇവിടെ വിട്ടേച്ചുകൊണ്ട് പോവുകയാണ്. ഇതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് ആവശ്യമില്ല. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ എനിക്ക് അനുമതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ മക്കക്കാരനല്ലാത്തതിന്റെ പേരിൽ അവർക്ക് അനുമതി നൽകാൻ അവർ തയ്യാറാവേണ്ടി വന്നു. അങ്ങനെ താൻ സമ്പാദിച്ചു വെച്ച മുഴുവൻ ധനവും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ കുടുംബങ്ങളും ഓരോ സഹാബികളും ഇങ്ങനെ ചില ഘട്ടം ഘട്ടമായി മദീനയിലേക്ക് യാത്ര പോയി തുടങ്ങി. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും അതോടൊപ്പം അടിമകളായ ചില ആളുകളും കൂട്ടത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ദുർബലരായ ചില ആളുകളും മാത്രമേ മക്കയിൽ ബാക്കിയായി അവശേഷിക്കുന്നുള്ളൂ. ബാക്കി വിശ്വാസികളൊക്കെ തന്നെയും മദീനയിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. ഈ സമയത്ത് വിശ്വാസികളുടെ കൂട്ട പലായനം മുശ്രിക്കുകളെ ബേജാറാക്കാൻ തുടങ്ങി. കാരണം ഇപ്പുറത്ത് ലാത്തക്കും ഉസ്സക്കും മനാത്തയും പോലുള്ള ആളുകൾക്ക് നേർച്ചയർപ്പിക്കുന്ന, അങ്ങനെ നേർച്ചകളിലൂടെയും വഴിപാടുകളിലൂടെയും സമ്പാദ്യങ്ങൾ നേടുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. തങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും വേണ്ട രൂപത്തിൽ വന്നു കാണുന്നില്ല. വിശ്വാസികളൊക്കെ തന്നെയും മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി ഇവരൊക്കെ മദീനയിൽ എത്തിച്ചേർന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ട് തിരിച്ചു വരുമോ എന്ന ബേജാറും കൂടെ അവർക്കുണ്ടായി തുടങ്ങി. ആ ബേജാറിൽ നിന്നുകൊണ്ട് അവർ കൂടിയാലോചന നടത്താൻ തുടങ്ങി. പ്രസിദ്ധമായ ദാറുൻ നദ്വ എന്ന് അറിയപ്പെടുന്ന ഖുറൈശി പാർലമെന്റ് വിളിച്ചുകൂട്ടി. ഖുറൈശികൾ സാധാരണഗതിയിൽ മീറ്റിംഗുകൾ കൂടുന്ന ഒരു സ്ഥലമാണ് ദാറുൻ നദ്വ. ആ ദാറുൻ നദ്വയിൽ വെച്ച് പ്രഗത്ഭമായ അറിയപ്പെടുന്ന ഖുറൈശി പാർലമെന്റ് വിളിച്ചുകൂട്ടി. ആ പാർലമെന്റിൽ അവിടെ എത്തിയ മുഴുവൻ ഖുറൈശി ഗോത്രങ്ങളും ചേർന്ന് സംയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടായി. ഇനി മുഹമ്മദിനെ വെച്ചിരിക്കാൻ പാടില്ല. ഇനി മുഹമ്മദിനെ വെച്ചിരുന്നാൽ നമ്മുടെ ഈ നാടിന്റെ നമ്മുടെ അധീശത്വം ഇവിടെ അവസാനിച്ചു പോകും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും മുഹമ്മദിനെ വധിച്ചേ മതിയാവുകയുള്ളൂ. അതിനെന്തുണ്ട് പോംവഴി? അവർ ആലോചിച്ചവർ കണ്ടെത്തി, മുഴുവൻ ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരായി മുഹമ്മദിനെ വധിക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു പോവുക. അങ്ങനെ
മുഹമ്മദിന്റെ വസതി വളയുകയും അദ്ദേഹത്തെ ഒന്നിച്ച് ആഞ്ഞു വെട്ടി വധിക്കുകയും ചെയ്യുക. എന്താണ് ഇതിന്റെ യുക്തി? അങ്ങനെ ഒന്നിച്ച് ആഞ്ഞു വെട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തോട് മാത്രം മുഹമ്മദിന്റെ ഗോത്രത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അന്ന് അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയെങ്കിൽ ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന ഗോത്രങ്ങൾ അത് ഏറ്റെടുക്കുകയും ആ ഗോത്രങ്ങൾ മറ്റുള്ള ഗോത്രങ്ങളെ ആരാണോ അവനെ വധിച്ചത് ആ ഗോത്രത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ശൈലിയായിരുന്നു അന്ന് മക്കയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് മുഹമ്മദിന്റെ ഗോത്രം എല്ലാവർക്കും എതിരായി ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തെരഞ്ഞെടുത്തുകൊണ്ട് കൂട്ടമായി മുഹമ്മദിനെ വധിക്കുക എന്ന തീരുമാനമാണ് അവർ കൈക്കൊണ്ടത്. അങ്ങനെ ആ തീരുമാനത്തിന്റെ ബലത്തിൽ അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് വളയുവാൻ തയ്യാറായി. ഇവിടെ അള്ളാഹുവിന്റെ അപാരമായ സഹായം അള്ളാഹുവിന്റെ പ്രവാചകന് ലഭിക്കുകയാണ്. ഈ തീരുമാനം മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നോക്കണം, നാം ഹിജ്റയുടെ ആ ആസൂത്രണത്തിന്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഇന്ന് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എത്രമാത്രം ആലോചിച്ചാണ്, ആസൂത്രണം ചെയ്താണ് നമ്മുടെ പരിപാടികൾ നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഇവിടെ പ്രവാചകന്റെ ആസൂത്രണത്തിന്റെ മികവ് നമുക്ക് കാണുവാൻ സാധിക്കും. ദീർഘമായ ഒരു യാത്രയാണ്, പ്രയാസങ്ങളുണ്ടാവാം. ആ പ്രയാസങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് തന്റെ കിടപ്പറയിൽ തന്റെ പുതപ്പ് പുതച്ചുകൊണ്ട് കിടക്കുവാൻ അദ്ദേഹത്തെ അതിന് ഏർപ്പാടാക്കി. അതുപോലെ തന്നെ യാത്രയിൽ ഭക്ഷണമെത്തിക്കുവാൻ അബൂബക്കറിന്റെ പത്നി അസ്മാ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു. യാത്രക്കിടയിൽ വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടി അബൂബക്കറിന്റെ മകൻ അബ്ദുള്ളയെ ഏർപ്പാടാക്കി. അതിലപ്പുറം സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വഴികാട്ടിയെ ആവശ്യമുണ്ട്. വഴിയറിയാതെ പോകാൻ സാധിക്കുകയില്ല. ആ വഴി കൃത്യമായി അറിയാവുന്ന വിശ്വസ്തനായ ഉമൈർ ഉറൈഖത്ത് അൽ-ലൈഥിയെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ ഉറൈഖത്ത് അൽ-ലൈഥി എന്ന വിശ്വാസിയല്ലാത്ത, എന്നാലും വിശ്വാസിയായില്ലെങ്കിലും വിശ്വസ്തനായ പ്രവാചകനെ അബൂബക്കറിനെ അങ്ങേയറ്റം വിശ്വാസത്തിലെടുത്തിട്ടുള്ള, വഞ്ചിക്കുകയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഈ ഉറൈഖത്തിനെയാണ് ഏർപ്പാട് ചെയ്തത്. ഇങ്ങനെ വളരെ കൃത്യമായി ആലോചിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈ ഹിജ്റ പദ്ധതി നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമത്തിൽ തന്റെ വീട് വിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ആ കിടപ്പുമുറിയിൽ പുതപ്പിച്ചുകൊണ്ട് തന്റെ വീട് വിട്ടിറങ്ങുകയും ഇറങ്ങുന്ന സമയത്ത് ഒരു പിടി മണ്ണ് വാരി മുശ്രിക്കീങ്ങളുടെ ശത്രുക്കളുടെ മേൽ എറിയുകയും ആ മണ്ണ് വാരി എറിഞ്ഞതിന്റെ ഫലമായി ശത്രു സൈന്യം വിസ്മരിച്ചു പോവുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാത്ത വിധത്തിൽ അവർ വിസ്മരിച്ചു പോവുകയും അങ്ങനെ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വീട് വിട്ട് നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയുമാണ് ഉണ്ടായത്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗറിലേക്ക് യാത്രയാവുകയാണ്. ഇപ്പുറത്ത് പുലരുവോളം പ്രവാചകനെയും കാത്തിരുന്നുകൊണ്ട് മുശ്രിക്കുകൾ നേരം വെളുപ്പിച്ചു. അങ്ങനെ നേരം വെളുക്കാറായിട്ടും മുഹമ്മദ് എഴുന്നേൽക്കാത്തത് കാണുമ്പോൾ സംശയം കൊണ്ട് അവർ ആ വീടിന്റെ ഉള്ളിലേക്കൊന്ന് പാളി നോക്കി. അങ്ങനെ ആ വിരിപ്പിൽ ഒരാളെ കണ്ട് അക്ഷമരായി അവർ ആ റൂമിനകത്തേക്ക് നോക്കിയിട്ട്
അത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ചോദിക്കുകയാണ്, എവിടെയാണ് മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ തന്ത്രപരമായി അലി റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന് ഉത്തരം നൽകാതിരുന്നു. അങ്ങനെ അവിടെ മുഹമ്മദ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഈ ശത്രുക്കൾ നാടിന്റെ നാനാഭാഗങ്ങളിലേക്കും പ്രവാചകനെ തിരഞ്ഞുകൊണ്ട് ആളുകളെ വിടുകയും യാത്ര ചെയ്യുകയും ചെയ്തു. അവസാനം 3 ദിവസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ എന്ന ഗുഹയിൽ ഒളിച്ചിരുന്നു. അതിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ ഏതാണ്ട് വളരെ ഭംഗിയായി ഇതിനു മുമ്പും പലതവണ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആ ഗുഹക്കകത്ത് ഇരുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണത്താൽ മയങ്ങിയപ്പോൾ ആ ഗുഹാമുഖത്തിലെ പൊത്തിൽ നിന്നും അബൂബക്കറിന്റെ കാലിലേക്ക് വിഷമുള്ള ഒരു ജീവിയുടെ കുത്തേൽക്കുകയും അങ്ങനെ ആ കുത്തേറ്റിട്ട് പോലും പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉറങ്ങുന്ന പ്രവാചകനെ വിളിച്ചുണർത്താതെ ഈ വിഷത്തിന്റെ കഠിനമായ വേദന നിമിത്തം കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണൂരുറ്റി വീഴുകയും ആ കണ്ണീര് പ്രവാചകന്റെ മുഖത്തുറ്റി വീണപ്പോൾ പ്രവാചകൻ ഇടഞ്ഞെഴുന്നേറ്റ് എന്ത് പറ്റി അബൂബക്കറെ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മറുപടിയായിക്കൊണ്ട് അബൂബക്കർ പറയുകയാണ്, പ്രവാചകരെ എന്നെ എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കടിച്ച ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമിനീര് പുരട്ടിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ അബ്ദുള്ളയിൽ നിന്നും വാർത്തകൾ ശേഖരിച്ചു. അവിടെ വന്നുകൂടിയ അവിടെ ചുറ്റുപാടുകളും ശത്രു സൈന്യം പരതി നോക്കിയെങ്കിലും ആരെയും കാണാത്തതിന്റെ പേരിൽ അല്പം അവരുടെ ഈ പരതലിന് ശമനമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കൂടെ വഴികാട്ടിയുമൊക്കെ ആ സൗറിൽ നിന്നും പുറത്തേക്ക് കടന്ന് മറ്റൊരു മദീനയിലേക്ക് പോകുന്ന സാധാരണ വഴി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ യാത്രയായത്. ഇവിടെ ഈ യാത്രക്കിടയിൽ അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകൾ പലതുമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആരോ പറഞ്ഞുകൊടുത്തു, സുറാഖ ബിൻ മാലിക് എന്ന ഒരു മനുഷ്യന് ആരോ സംഗതി പറഞ്ഞു കൊടുത്തു. 2-3 ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, ആരാണെന്നറിയില്ല. ഈ ശത്രു സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള മുഹമ്മദിനെ വധിക്കുകയാണെങ്കിൽ, മുഹമ്മദിനെ പിടിക്കുകയാണെങ്കിൽ 100 ഒട്ടകങ്ങൾ ഇനാം നൽകാമെന്ന് പ്രഖ്യാപിച്ചത് നിമിത്തം ആ പ്രഖ്യാപനം, ആ സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി സുറാഖ പ്രവാചകനെയും തിരഞ്ഞുകൊണ്ട് യാത്രയായി. അങ്ങനെ ആരിൽ നിന്നോ കേട്ട ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുറാഖ മുഹമ്മദിനെയും തിരഞ്ഞുകൊണ്ട് യാത്രയാവുകയാണ്. അങ്ങനെ അകലെ മുഹമ്മദിന്റെയും ആളുകളുടെയും നിഴല് കണ്ടപ്പോൾ സുറാഖക്ക് ആവേശമായി കുതിരയെ പൂർവശക്തിയിൽ ഓടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രവാചകന്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ അടുത്തെത്തുന്ന സമയം ആ കുതിരയുടെ 2 മുൻകാലുകളും പൂഴിമണലിൽ ആണ്ടുപോകുന്നു. അങ്ങനെ പൂഴിമണലിൽ ആണ്ടുപോയതിനു ശേഷം സുറാഖ ബേജാറാവുകയും ഉടൻ തന്നെ ആ കുതിരയെ തട്ടിപ്പിടഞ്ഞെഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും മുഹമ്മദിനെ കൊല്ലുന്നതിനായി, ഇവർ പറഞ്ഞിട്ടുള്ള ഈ സമ്മാനം നേടിയെടുക്കുന്നതിനായി ആവേശത്തോടുകൂടെ വീണ്ടും പാഞ്ഞു പോവുകയും വീണ്ടും സുറാഖയുടെ കുതിര നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആ പൂഴിമണലിൽ ആണ്ടുപോവുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം ആ കുതിരയെ തട്ടിപ്പിടഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് 3ാമതും ഇതാവർത്തിക്കുകയാണ്. പക്ഷേ 3ാമതും ഈ സംഭവം തന്നെ സംഭവിക്കുന്നു. അപ്പോൾ സുറാഖക്ക് മനസ്സിലായി, മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അദ്ദേഹത്തെ വധിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ സുറാഖ അവിടെ വെച്ച് മുഹമ്മദിനെ വിളിച്ചു, മുഹമ്മദേ, ഞാനിതാ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ വധിക്കുകയില്ല മുഹമ്മദേ, നീ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നുകൊണ്ട് സുറാഖയോട് പറഞ്ഞ ഒരു വാചകം, സുറാഖ, കിസ്റായുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കുന്ന ഒരു കാലം വരും സുറാഖ.
കിസ്റായെ കീഴ്പ്പെടുത്തുന്ന ഒരു കാലം വരും സുറാക്ക, അന്ന് കിസ്റായുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുമെന്ന് പ്രവാചകൻ ഈ സുറാഖയെ അറിയിക്കുകയാണ്. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദീർഘദൃഷ്ടി. ഇസ്ലാം ലോകത്ത് വ്യാപിക്കുമെന്നും കിസ്റ എന്ന റോമാ സാമ്രാജ്യം, പേർഷ്യ ഉൾപ്പെടെയുള്ള സാമ്രാജ്യം കീഴ്പ്പെടുമെന്നും അത് ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാമിന്റെ പ്രകാശമെത്തുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയാണ്. സുറാഖക്ക് അത്ഭുതമായി, എന്താണ് പ്രവാചകൻ ഈ പറയുന്നത്? സുറാഖ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഈ സുറാഖയുടെ ചരിത്രം നമുക്ക് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. റോമാ സാമ്രാജ്യം കീഴ്പ്പെടുത്താൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയെയാണ് സൈന്യാധിപനായി നിയമിച്ചത്. അങ്ങനെ സുറാഖയുടെ നേതൃത്വത്തിലുള്ള സൈന്യം റോമാ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയപ്പോൾ സുറാഖ ആശ്ചര്യപ്പെട്ടുപോയി. അവിടുത്തെ ആഭരണങ്ങളും കിരീടങ്ങളും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം 2 കൈകളിലും വളകൾ എടുത്തണിഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ അന്ന് പറഞ്ഞത് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ ആ പ്രവചനം പൂർത്തീകരിക്കുന്ന സംഭവമാണ് സുറാഖക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സുറാഖയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുകയും പിന്നീട് ആ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ 400 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മദീനയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മദീനയിലുള്ള ജനങ്ങളൊക്കെ തന്നെയും ആവേശഭരിതരായിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ മദീനയിലുള്ള ജനങ്ങളൊക്കെ തന്നെയും പ്രവാചകനെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള, ഭൂരിഭാഗം ആളുകളും കേട്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആ പ്രവാചക പൊങ്കവനെ നേരിൽ കാണുമ്പോൾ അവർക്കുണ്ടായ ആവേശം, 2 കൈകളും നീട്ടിക്കൊട്ടിക്കൊണ്ട് പാട്ടുപാടിക്കൊണ്ടാണ് അവർ ആ നേതാവിനെ, തങ്ങളുടെ നേതാവിനെ സ്വീകരിച്ചാനയിക്കുന്നത്. അങ്ങനെ ആ പ്രവാചകനും മുഹാജിറുകളായിട്ടുള്ള ആളുകളുമൊക്കെ മദീനയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് നൽകിയിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായി മദീനയിലുണ്ടായിരുന്ന അൻസാറുകൾ ഈ മുഹാജിറുകളെ ഒക്കെ തന്നെയും 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അന്ന് അൻസാറുകൾ ചെയ്ത ത്യാഗം. പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ പോലും തങ്ങളുടെ പ്രയാസങ്ങൾ മറന്നുകൊണ്ട്, ചെറിയ വീടുകളായിരുന്നിട്ട് പോലും തങ്ങളോടൊപ്പം സഹവസിക്കാൻ സഹോദരന്മാരെ കൂടെ കൂട്ടുകയാണ് ചെയ്തത്. അതൊരു ദിവസത്തേക്കല്ല, മറിച്ച് എത്ര കാലമാണോ അവർ മദീനയിൽ താമസിക്കുന്നത്, എത്ര കാലം അവർക്ക് സംരക്ഷണം ആവശ്യമുണ്ട്, അത്രയും കാലം അവരെ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ വന്ന മുഹാജിറുകളെ അൻസ്വാറുകൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ആളുകളെ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ നാം എത്ര ശ്രമിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഹിജ്റ എന്ന് പറയുന്നത് പഴയതുപോലെ ഈ രൂപത്തിലുള്ള പലായനത്തിന്റെ ആവശ്യമില്ല. മറിച്ച് ഹിജ്റ എന്ന് പറയുന്നത് ത്യാഗസന്നദ്ധതയാണ്. നോക്കൂ, ഇങ്ങനെ മദീനയിലെത്തിയ ആളുകളൊക്കെ തന്നെയും അവിടെ സഹോദരങ്ങളായി മാറിക്കൊണ്ട് പരസ്പരം ചേർന്നുകൊണ്ട് മുഹാജിറുകളും അൻസ്വാറുകളുമായി അവിടെ ജീവിക്കുകയും അവിടെ ആ ഭൂപ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ജൂതന്മാർ പോലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് മനസ്സിലാക്കിയ ശത്രു സൈന്യം, ഖുറൈശികൾ, മക്കയിലുള്ള ശത്രുക്കൾ എങ്ങനെയെങ്കിലും പ്രവാചകനെയും മദീനയെയും കീഴ്പ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ ആസൂത്രണങ്ങൾ നടപ്പാക്കി. തീർച്ചയായും മക്കയിലുള്ള ശത്രുക്കൾ മദീനയെ ആക്രമിക്കുകയും മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തുനിയുകയും ചെയ്യുമെന്ന് ഉത്തമ ബോധ്യമുള്ള പ്രവാചകൻ
അവരെ നേരിടുന്നതിന്, അവരെ പ്രതിരോധിക്കുന്നതിന് ശക്തമായ ആസൂത്രണങ്ങൾ നടത്തുകയും ഒരു സൈനിക സന്നാഹമൊരുക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, മക്കക്കാർക്കറിയാം മദീനയാണ് അറേബ്യയിലെ കച്ചവടത്തിന്റെ ഒരു ഉൾവഴി എന്ന് അവർക്കറിയാം. എല്ലാ പ്രദേശത്തു നിന്നും കടന്നു പോകേണ്ടത് മദീന വഴിയാണ്. മക്കയുടെ കച്ചവടത്തിനായി കടന്നു പോകേണ്ടത് മദീന വഴിയാണ്. ആ മദീന എങ്ങാണ്ട് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ, ആ മദീനയുടെ ഈ പ്രദേശമെങ്ങാണ്ട് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ മക്കയുടെ എല്ലാ ഐശ്വര്യവും ഖുറൈശികളുടെ എല്ലാ സ്രോതസ്സും നിലക്കുമെന്ന് മനസ്സിലാക്കിയ ശത്രു സൈന്യം ഏതു വിധേനയും മദീനയെ കീഴ്പ്പെടുത്തുവാനുള്ള ആലോചനയിലാണ് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ പ്രവാചകൻ അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി. അബൂ സുഫിയാനും സംഘവും ഈ പ്രദേശത്തോടുകൂടെ കച്ചവടം നടത്തിക്കൊണ്ട് തിരിച്ചുപോയി ആ സമ്പാദ്യം കൊണ്ട് ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അബൂ സുഫിയാന്റെയും ആ കച്ചവട സംഘത്തെയും അവിടെ വെച്ച് തടയാൻ തീരുമാനിച്ചു. അങ്ങനെ തടയാൻ തീരുമാനിച്ചപ്പോൾ അബൂ സുഫിയാനും സംഘവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെ തിരിച്ച് മക്കയിലേക്ക് പോവുകയും മക്കക്കാരോട് ചെന്ന് ആവലാതി പറയുകയും ചെയ്തു. പറഞ്ഞത് കളവായിരുന്നു. അവിടെ പ്രചരിപ്പിച്ചത് മദീനക്കാർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഈ കച്ചവട ആവശ്യമാർത്ഥമുള്ള ഈ യാത്രയെ അല്പമൊന്ന് തടസ്സപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരെ ആക്രമിച്ചിരുന്നില്ല. പക്ഷെ അവർ മക്കയിൽ പോയി ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് നമ്മുടെ ആളുകളെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൂടുതൽ സൈന്യം എത്തണമെന്ന് അവിടെ പ്രചരിപ്പിക്കുകയും അത്തരത്തിൽ ഒരു വൻ സൈന്യവുമായി മക്കക്കാർ അവിടേക്ക് വരികയുമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പുറത്ത് 300ഓളം വരുന്ന 300 ചില്ലാനം ആളുകൾ മാത്രമുണ്ടായിരുന്ന ഒരു സംഘത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബദർ ഉണ്ടാവുന്നത്. ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്റെ അവസാനത്തെ ആണിക്കല്ലായി കൊണ്ടാണ് ബദറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് തയ്യാറായത്. അവിടെ എങ്ങാണ്ട് ഇസ്ലാമിന്റെ ഈ സൈന്യം പരാജയപ്പെടുകയാണെങ്കിൽ നാളെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുവാൻ ഈ ഭൂമുഖത്ത് മറ്റാരും തന്നെ ഉണ്ടാവുകയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിന് തയ്യാറായത്. അങ്ങനെ ബദറിൽ വെച്ച് നമുക്കറിയാം, പ്രവാചകനും അപ്പുറത്ത് അബൂജഹലും സൈന്യവും ഇപ്പുറത്ത് പ്രവാചകനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അബൂജഹലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, പ്രവാചകനും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. എന്തായിരുന്നു വ്യത്യാസം? പ്രവാചകൻ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. എന്നാൽ അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടൊപ്പം ലാത്തയെ പോലുള്ള, ഉസ്സയെ പോലുള്ള, മനാത്തയെ പോലുള്ള, ഇബ്രാഹിം നബിയെ പോലുള്ള മഹാന്മാരും ഔലിയാക്കളും അമ്പിയാക്കളുമായ മുൻകഴിഞ്ഞു പോയ ഔലിയാക്കളോടായിരുന്നു. ഇതാണ് പ്രവാചകന്റെയും അബൂജഹലിന്റെയും പ്രാർത്ഥനയുടെ വ്യത്യാസം. ഇന്നും നമുക്ക് നാടുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യത്യാസം തന്നെയാണ്. ഒരു കൂട്ടർ മുഖ്ലിസോടുകൂടി, ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നാൽ മറുവശത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് പാത്രമാക്കുന്നു. ഈ വ്യത്യാസമാണ് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ദൗത്യം നമുക്ക് കൂടുതൽ ദൗത്യം ഏറ്റെടുക്കേണ്ടതായി വരികയാണ് സഹോദരന്മാരെ ചെയ്യുന്നത്. ഇങ്ങനെ ഏകനായ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുവാനും വിളിക്കുവാനും ആരാധിക്കുവാനും വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
മക്കം പിടിച്ചടക്കുവാൻ സാധിച്ചത്. നമുക്കറിയാം, ആ ബദർ യുദ്ധത്തോടുകൂടെ അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യങ്ങൾ എളുപ്പമാവുകയും തങ്ങൾ വിട്ടുപോകേണ്ടി വന്ന തങ്ങളുടെ ജീവനേക്കാൾ ജീവനായ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യമൊരുങ്ങുകയും അങ്ങനെ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ രാജ്യവും കൂടെ ഇസ്ലാമിലേക്ക് ചേർക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത് ഇത്തരത്തിലുള്ള ദീർഘമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇങ്ങനെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കും പോലെ തന്നെ ദീൻ പ്രചരിപ്പിക്കുന്നതിനും മനുഷ്യ സമൂഹത്തിന് പൊതുവിലും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ സ്വീകരിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും നന്മ കൈവരുത്തുവാൻ ദേഹം കൊണ്ടും ധനം കൊണ്ടും കഠിനയത്നം നടത്തുക എന്നതാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ഹിജ്റ. അതാണ് ഇന്നത്തെ കാലത്തെ ഹിജ്റ എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കാൻ തയ്യാറാകുക എന്നതാണ് നമ്മുടെ ഹിജ്റ. ഇവയെല്ലാമാണ് ഇന്നത്തെ ഹിജ്റ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തുല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ, വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിലേർപ്പെടുകയും ചെയ്യുന്നവരാരോ അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. നോക്കുക നിങ്ങൾ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഹിജ്റക്ക് തയ്യാറാവേണ്ടവരാണ്. എന്താണ് ഹിജ്റ എന്ന പദം? ഹിജ്റ എന്ന പദം അർത്ഥമാക്കുന്നത് വെടിയുക എന്നതാണ്. വെടിയുക, നമുക്ക് വേണ്ടാത്തതൊക്കെ വെടിയുക. നമ്മുടെ ദീനിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സംഗതികളും നാം വെടിഞ്ഞേക്കുക. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വെടിയലിനെയാണ്, ഈ ത്യാഗത്തെയാണ്. ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال افترضتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجاهدوا في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ആളുകളെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. നാം സൂറത്ത് തൗബയിലെ 24-ാമത്തെ ഈ ആയത്ത് നാം ഓരോരുത്തരും ചിന്തക്ക്, ആലോചനക്ക് പാത്രമാക്കേണ്ടതുണ്ട്, ആലോചനക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഇണകൾ, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭവനം, ഇവയൊക്കെ തന്നെയും അള്ളാഹുവും അവന്റെ റസൂലും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും അതിനേക്കാളും വലുതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച് നീ കാത്തിരുന്നു കൊള്ളുക എന്നാണ് അള്ളാഹു നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, നാം ആലോചിച്ചു നോക്കുക. ആ ഭയങ്കരമായ ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എമ്പാടും വിശ്വാസികൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നാം ഓരോരുത്തരും എല്ലാ ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായി ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു വചനം നമ്മെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അങ്ങനെയുള്ള ഉടമസ്ഥനായ അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്.
ഇങ്ങനെ അവനോട് മാത്രം സഹായം തേടുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവാണ് ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നോക്കൂ, ആ ദിവസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നത് നോക്കുക. വമാ അദ്റാക മാ യൗമുദ്ദീൻ, എന്താണ് പ്രതിഫല ദിനം, എന്താണ് പ്രതിഫല ദിനം എന്ന് നിനക്കറിയുമോ? ലാ തംലികു നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ലാ തംലികു നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കുവാൻ പറ്റാത്ത ദിവസം, ഒരാളും മറ്റൊരാളെ സഹായിക്കുവാനില്ലാത്ത ദിവസം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിന്റെ അടുത്താണ്. ആർക്കും ഒരാളെയും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത, ആരെയും സഹായിക്കാൻ പറ്റാത്ത, ആരെയും രക്ഷപ്പെടുത്തുവാൻ സാധിക്കാത്ത ആ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിന്റെ കൈകളിലാണ്. അങ്ങനെയുള്ള ആ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർമ്മിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടതെല്ലാം അള്ളാഹുവിന് വേണ്ടി വെടിയാൻ തയ്യാറായിക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറായെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ശുഹദാക്കളുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കൂടെ, അവരുടെ കൂടെ ഉറ്റ ചങ്ങാതിമാരായിക്കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് ആ പരിഭാവനമായ സുന്ദരമായ സ്വർഗത്തിലെത്തിക്കൊണ്ട് അവരുടെ കൂടെ പരിലസിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ത്യാഗങ്ങൾക്ക് നമ്മൾ മുതിരേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഇറങ്ങിത്തിരിക്കുക. ഇനിയും നമ്മൾ സമയം വൈകിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എന്താണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെയ്യേണ്ടുന്ന ജിഹാദ്, ആ ജിഹാദിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. ലോകത്തെമ്പാടും മുസ്ലിങ്ങൾ പീഡിപ്പിക്കുകയാണ്, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ലോകത്തെമ്പാടും ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്, ആ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ധനങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്, ചെലവഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ വീടും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും നമ്മുടെ സമ്പാദ്യവും എല്ലാം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുകൊണ്ട് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന, ധർമ്മസമരം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക കാര്യം ഉണർത്തുവാനുള്ളത്, ഈ നാം ഇന്ന് ഇവിടെ ആരാധന നടത്തിയിരിക്കുന്ന ഈ പള്ളി ഇതിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഭാഗമായി നാളെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ നിങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം ഈ പള്ളി ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടത്തിന്റെ വിപുലീകരണം, പ്രത്യേകിച്ച് മദ്രസ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം വിപുലമായ ലൈബ്രറി ഒരുക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഈ കെട്ടിടം വിപുലീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ കാണുന്നത് പോലെ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആഡംബരത്തിന് വേണ്ടി, അല്ലെങ്കിൽ വലിയ പള്ളികൾ നമുക്കുണ്ട് എന്ന് വീമ്പിളക്കുന്നതിന് വേണ്ടിയല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും മുടിനാരോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വെച്ചുകൊണ്ട് ഈ വേണ്ടാത്ത സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇത്രയും വലിയ കോടികളുടെ പള്ളികളുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അറിവിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വിപുലീകരണം നടക്കുന്നത്. അതുകൊണ്ട് ഇതുമായി മുഴുവൻ ആളുകളും സഹകരിക്കുകയും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലും ഇതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കുവാനും തയ്യാറാവുക. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ പരിപാടിയിൽ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ചെറിയ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റെടുത്തതാണ്. നമ്മുടെ അടുത്ത പ്രദേശമായ പേരാമ്പ്രയിലെ നുച്ചാട് എന്ന ഒരു പ്രദേശത്ത് പുതിയ ഒരു ചെറിയ കെട്ടിടം ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി
ഒരു മദ്രസയും അതുപോലെ ഹിഫ്ദുൽ ഖുർആനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ സ്വതക്കയും സക്കാത്തിന്റെ വിഹിതവുമൊക്കെ മാറ്റിവെക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമലുകളും എല്ലാ ദാനധർമ്മങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്വാലിഹായ അമലായി അവൻ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് തമ്പുരാന്. നാഥാ, അവയൊക്കെയും നീ പുറത്ത് മാപ്പാക്കി തരികയും നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹാന്മാരുടെയും സൗഭാഗ്യവാന്മാരായ അവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ തമ്പുരാനെ, നിന്റെ ശിക്ഷ താങ്ങുവാനുള്ള ശേഷി നമുക്കില്ല തമ്പുരാനെ. അതുകൊണ്ട് നാഥ, ആ നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നുമൊക്കെ നീ ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങളിൽ രോഗം കൊണ്ട് കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ. അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുകയും അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും തീർത്തു കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ സമ്പത്തുകളൊക്കെ തന്നെയും നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് യഥാർത്ഥ ഹിജ്റ നടപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. يا كريم يا رحيم يا الله. السلام عليكم ورحمة الله.